ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയ സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. आज के यीशु में समृद्धि के इस एपिसोड में मैं आपका स्वागत करना चाहता हूँ यीशु के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से. എൻ്റെ പേര് ഹരീഷ് എതിരതി. ഞങ്ങൾ രണ്ടും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിൽ ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിൻ്റെ എല്ലാ വർക്കുകൾക്കും വേണ്ടിയിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീസസ് കിച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പലർക്കും ഈ മാധ്യമങ്ങളിൽ കൂടെ ഞാൻ ചിലപ്പോൾ ജീസസ് കിച്ചനെ പരിചയപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. പഴയ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് അറിയാം. ജീസസ് കിച്ചൻ എന്ന് പറഞ്ഞാൽ 250-300 പേർക്ക് മേളിൽ ഒരു ദിവസം ആഹാരം സ്ട്രീറ്റിലും ഹോസ്പിറ്റലുകളിലും സ്കൂളുകളുടെ പുറത്തുമൊക്കെ പോയി കൊടുക്കുന്ന ചർച്ചിൻ്റെ ഒരു 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 ഫെസിലിറ്റിയാണ്, ഒരു ചാരിറ്റബിൾ വർക്കാണ്. നമ്മൾ പലർക്കും പല പല ആഹാര സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. തണുപ്പത്തെ ബ്ലാങ്കറ്റുകൾ കൊടുക്കും, സോക്സുകൾ കൊടുക്കും, തുണി പഴയതും പുതിയതും എല്ലാം കൊടുക്കും. അതെല്ലാം പല സ്പോൺസർമാർ അങ്ങേപ്പോലുള്ള പലരുടെ ഹെൽപ്പുകൾ കൊണ്ടാണ് നടക്കുന്നത്. സോ എല്ലാ വർക്കുകൾക്കും വേണ്ടി, നോർത്ത് ഇന്ത്യ എല്ലാ വർക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद में, जो दिल्ली के बहुत ही नज़दीक है और हरियाणा स्टेट में पड़ता है, वहाँ मिलके हम सेवकाई करते हैं. और जितने लोग आप हमारे लिए, हमारे परिवार के लिए और कलीसिया के लिए जो प्रार्थना कर रहे हैं, मैं आपका धन्यवाद देना चाहता हूँ. और उसी के साथ आप जो योगदान दे रहे हैं, चाहे वो जीसस किचन के लिए हो, अगर आप पहली बार देख रहे हैं या आप पुराने शुरुआत से देख रहे हैं, तो आपको पता है जीसस किचन जो है हर दिन 200-250 लोगों को हम खाना खिलाते हैं. वो चर्च की तरफ से एक फैसिलिटी है. खाने के साथ साथ हम कपड़े भी बांटते हैं, नए कपड़े. अब जैसे ठंड शुरू हो रहे हैं तो उसमें कंबल, सॉक्स, तो अलग अलग चीज़ें हम जीसस किचन के माध्यम के द्वारा लोगों तक हम अपनी सेवाओं को पहुंचाते हैं. और आपके योगदान के लिए मैं बहुत धन्यवाद करना चाहता हूँ. ഇന്നത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, ഇതിനുവേണ്ടി തന്നിരിക്കുന്ന സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്പോൺസർ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവൻ തമ്പുരാനും ദൈവമായി യേശുവെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി തരുന്ന എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്ന, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന, പ്രാർത്ഥനയോട് അനുഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അതുപോലെ ഞാനൊരു ചെറിയൊരു കാര്യം കൂടി ഇന്നത്തെ വചനത്തിലൂടെ പോകുന്നതിന് മുമ്പ്, ഞങ്ങളുടെ സ്ട്രീറ്റ് ഇവാഞ്ചലിസത്തിൻ്റെ വലിയൊരു ടീമുണ്ട്. ഞാൻ ഈ പാംഫ്ലെറ്റ് ഒന്ന് കാണിക്കുന്നു. ഇതിൽ ഒരു സൈഡിൽ കർത്താവിൻ്റെ സുവിശേഷം മുഴുവൻ എഴുതിയിട്ടുണ്ട്, മറ്റേ സൈഡിൽ നമ്മുടെ സഭയെക്കുറിച്ച്, ഒരു സൈഡിൽ എൻ്റെ ഫോട്ടോ, എൻ്റെ സ്പിരിച്വൽ ഫാദറിൻ്റെ ഫോട്ടോയും ഉണ്ട്. നമ്മുടെ സഭയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, സഭ ബുധനാഴ്ച ദിവസം എന്ന് നടക്കുന്നു, സൺഡേ ദിവസം എന്ന് നടക്കുന്നു, ആ നമ്പർ, ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ടേഷൻ നമ്പറുകളെല്ലാം ഉണ്ട്. നമ്മൾ ഇതൊരു ദിവസം എനിക്കൊന്ന് 2500 പാംഫ്ലെറ്റ്സിനടുത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ പല പല ടീമുകൾ പോയി ചെയ്യും. അവർ അതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയിൽ പോകുന്ന അവരുടെ ഫ്യൂൽ എക്സ്പെൻസസ്, ചിലർക്ക് ഓണറേറിയം കൊടുക്കുന്നുണ്ട്, ചിലർ വോളണ്ടിയേഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ദിവസം നമ്മൾ 3000-4000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു ദിവസത്തെങ്കിലും ഇവാഞ്ചലിസം ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ഇന്നത്തെ ദിവസം പറയാം, ഞാൻ ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ മകളുടെ ബർത്ത്ഡേ വരുന്നു, ഞങ്ങളുടെ ആനിവേഴ്സറി വരുന്നു, ഇന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ദിവസമാണ്, ഒരു ദിവസത്തെ സുവിശേഷത്തിൻ്റെ പ്രവർത്തനത്തിലേക്കുള്ള ചിലവ്. ചാരിറ്റി വളരെ ഇഷ്ടമാണ് എനിക്ക്. നമ്മൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി, പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഒരു കാര്യമാണ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ കൂടെ ആത്മാക്കളെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്. ഈ മാസത്തെ പാംഫ്ലെറ്റ് ഒരു 20,000 പാംഫ്ലെറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസവും പാംഫ്ലെറ്റിന് വേണ്ടിയിട്ട്, ട്രാക്സിന് വേണ്ടിയിട്ട് പലരും കൈ അയച്ച് സഹായിച്ചു. അതുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ പറയാം. और जैसे आप जानते हैं कि मैंने पिछले एपिसोड में भी बोला, कलीसिया की एक टीम जो है वो डेली सड़कों में जाके सुसमाचार को फैलाती है. एक पैम्फलेट जो हमने छपवाया, एक तरफ उसका यीशु के बारे में, सुसमाचार के बारे में, और दूसरी तरफ कलीसिया के जो डिटेल्स हैं, कलीसिया के सभाओं के बारे में हैं. सो डेली जो है टीम जाती है और डेली हमारा पैम्फलेट और जो टीम जाती है उनका फ्यूल, उन सब का खर्चा मिला के कम से कम 3 से 4 हज़ार का डेली का खर्चा है. और आप में से बहुत सारे लोगों ने पिछली बार जो पैम्फलेट्स का जब खर्चा आया था, तो आप में से बहुत सारे लोगों ने उसके प्रति आपने बोया. और ये समय आप डेली इवेंजलिज्म के लिए आप बोना चाहते हैं, आप उसके लिए भी बो सकते हैं. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ എനിക്കൊരു സിസ്റ്റർ സംസാരിക്കുകയായിരുന്നു, UP എന്നുള്ള ഒരു സിസ്റ്റർ പറയുന്നു, പലരും സർവീസ്, വീടുകളിൽ പ്രാർത്ഥന നടക്കുന്നത്, ചർച്ച് പലതും അറിയാമല്ലോ, UP ഹരിയാനയിലും ഒക്കെ 90% ചർച്ചുകളും വീടുകളിൽ പ്രാർത്ഥനയായിട്ട് നടക്കുന്നത്. വീടുകളിൽ പ്രാർത്ഥന അലവ് ചെയ്യുന്നില്ല, ബിൽഡിങ്ങുകളുള്ളത് മാത്രമേ അലവ് ചെയ്യുന്നുള്ളൂ, ബിൽഡിങ്ങുകളുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. വീടുകളിലെ പ്രാർത്ഥന അലവ് ചെയ്യുന്നില്ല. പല വീടുകളിലും ബൈബിൾ ഉണ്ടോ എന്ന് പോലെ കയറി എന്താ പറയുന്നത്, റെയ്ഡ് ഇട്ടാണ് നോക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ കിട്ടിയാൽ അതുവരെ പ്രശ്നമാണ്. സോ നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്നാൽ
നമ്മൾ മലയാളത്തിൽ പറച്ചിലുണ്ടല്ലോ, വല്ലവരുടെയും വീട്ടിൽ അയൽപ്പക്കത്തിൻ്റെ വീട്ടിൽ തീ കത്തുമ്പോൾ ഇപ്പോൾ നമുക്കെന്തോ പ്രശ്നം, അവരുടെ വീട്ടിൽ കത്തുന്നത്. പക്ഷേ ആ തീ നമ്മൾ കെടുത്താൻ അല്ലെങ്കിൽ അണയ്ക്കാൻ സഹായിച്ചില്ലെന്നുണ്ടെങ്കിൽ അതൊരു സമയം നമ്മുടെ വീട്ടിലേക്ക് സ്പ്രെഡ് ആവും. ഇപ്പോൾ പലരും എന്താ പറയുന്നത്, സുരക്ഷിതമായി പല സദേൺ സ്റ്റേറ്റുകളിലും സൗത്ത് ഇന്ത്യയിൽ പലയിടത്തും ഇരിക്കുകയായിരിക്കും, ലോകം മുഴുവൻ ഇരിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ ഒരു കർത്താവിൻ്റെ വർക്ക് നടക്കുന്ന ഒരു ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ സുവിശേഷ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതും ഒരു എന്താ പറയുന്നത്, അതൊരു ശരിയായ കാര്യമല്ലെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഹരിയാന, യു പി, ഈ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോസിക്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷ വിരോധികൾ വന്ന് പല പല കാര്യങ്ങളും ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഞങ്ങളെപ്പോലുള്ള പലരും സ്ട്രീറ്റ് ഇവാഞ്ചലിസം ചെയ്യുമ്പോഴും വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോഴും സഭകൾ നടത്തുമ്പോഴും അവിടെ എല്ലാം അനുഗ്രഹമാകുമെന്നും ഈ പ്രശ്നങ്ങളെല്ലാം മാറി നോർത്ത് ഇന്ത്യ സുവിശേഷവൽക്കരിക്കപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെയും കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോകും. പക്ഷേ ഈ പുതിയൊരു മാസത്തിൽ, ഈ മാസം നിങ്ങൾ കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുക, കർത്താവ് ഈ മാസം എനിക്കും കുടുംബത്തിനും കൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന്. നിങ്ങൾ ദശാംശത്തിന് വേണ്ടിയിട്ട് സ്വന്തം ചർച്ചിലേക്ക് മാറ്റി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഓഹരി കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി മാറ്റി വെക്കുക. കാരണം നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 70% കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെയുള്ള ആളുകളാണ്. സോ ഇപ്പോഴും ഒത്തിരി ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസും എണീക്കുന്നുണ്ട് കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ചർച്ച് സസ്റ്റെയിൻ ആകുന്നതിന് മുമ്പ്, സെൽഫ് സസ്റ്റെയിൻ ആകാൻ തുടങ്ങുന്നതിന് സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോസ്തലൻ പൗലോസ് പലയിടത്തു നിന്നും പോയാണ് ഒരു സഭയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികങ്ങൾ കൊണ്ടുവന്ന്, സപ്പോർട്ടുകൾ കൊണ്ടുവന്ന്. സോ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന കേരളത്തിലിരിക്കുന്ന അല്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്ന പലരോടും ഞാൻ ഈ സമയത്ത് ചോദിക്കുന്നു, കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലെ വർക്കുകൾക്ക് വേണ്ടി കൊടുക്കുക. അതിനുവേണ്ടി പാർട്ണർഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് കർത്താവ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ വിശ്വാസമാണ് നിങ്ങളെയും കുടുംബത്തെയും ലൈഫിനെ എല്ലാം അത് മാറ്റിമറിക്കുമെന്ന്. ആമേൻ, ആമേൻ. എസെക്കിയേൽ 37, ബുക്ക് ഓഫ് എസെക്കിയേൽ 37. ഞാൻ ഇന്ന് പറയാൻ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് പഠിപ്പിക്കാൻ വചനത്തിൽ കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ഫോർ ഗോഡ്. ദൈവത്തിന് ഒരിക്കലും താമസിച്ചു പോയി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പറയുമല്ലോ, ഇപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമായിരുന്നു, ഒരു വണ്ടിയെ കയറാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു ട്രെയിനെ കയറാൻ പറ്റില്ല, നമ്മൾ പറയും താമസിച്ചു പോയി, വണ്ടി പോയി, ഫ്ലൈറ്റ് പോയി, ട്രെയിൻ പോയി, ബസ് പോയി. നമ്മളൊരു എക്സാം എഴുതാൻ ആരെങ്കിലും പോയി, അവർ കറക്റ്റ് സമയത്ത് എത്തിയില്ല, ഗേറ്റ് ക്ലോസ് ആയി, എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന് നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ചെയ്യാൻ ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ഫോർ ഗോഡ്. പിള്ളേരില്ലാത്തവർക്ക് പിള്ളേർ തരാൻ ഒരിക്കലും അത് വിചാരിക്കരുത്. എൻ്റെ 40 വയസ്സായി, 45 വയസ്സായി, ചിലർ വിചാരിക്കും 50 വയസ്സായി എൻ്റെ പീരീഡ് നിന്നുപോയി, എങ്ങനെ കുഞ്ഞുങ്ങൾ വരും. നമ്മൾ ബൈബിളിൽ നോക്കിയിട്ടുണ്ട്, എബ്രഹാമിന് 90-ാമത്തെ വയസ്സിൽ 100-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമാണ്. എന്താ പറയുന്ന റെഡ് സീ അല്ല, ഹിന്ദിയിലെ ലാൽ സമുദ്രം എന്ന് പറയും, അതിനെ 2 കൊടുത്ത ദൈവമാണ്. 40 വർഷം ഇസ്രായേലിയരെ കുക്ക് ചെയ്തില്ല, അവരെ ആഹാരം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമാണ്. അവരുടെ ഇട്ടിരുന്ന തുണി പോലും നശിച്ചു പോയില്ല. സോ ദൈവത്തിനായിട്ട് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുമില്ല. സോ ഈ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നിരാശയായിരിക്കാം, എനിക്കിനി വീട് വെക്കാൻ പറ്റുമോ, എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാകുമോ, എനിക്ക് ജോലി കിട്ടുമോ, ഞങ്ങളുടെ ബിസിനസ് വലുതാകുമോ, ഞാനിനി അനുഗ്രഹിക്കപ്പെടുമോ, ഇനി എന്ത്, ചിലപ്പം മരണം കാത്തിരിക്കുന്നവരായിരിക്കാം, ഇനി എനിക്ക് ഹീലിങ്ങുകൾ കിട്ടുമോ. ഇന്നത്തെ ഈ വചനം കേട്ട് കഴിയുമ്പോൾ എൻ്റെ വിശ്വാസമാണ് ഈ വചനത്തിൽ കൂടെ നിങ്ങളോടും കുടുംബത്തോടും ദൈവം സംസാരിക്കുമെന്നും എല്ലാ കാര്യങ്ങളും ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു ലെവലിലേക്ക് ദൈവം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. आज के वचन में हम जाएंगे और आज का वचन जो है वो बहुत ही महत्वपूर्ण है, इसलिए आप ध्यान से समझ के आप आज के वचन को सुनेंगे. यहेजकेल जो 37 है उसमें से आज हम सीखेंगे. और मेरे आज का जो वचन का शीर्षक है वो ये है कि परमेश्वर के लिए अपने कार्य करने के लिए कोई देरी नहीं होता है. कई बार हमें लगता है हम किसी आशीष के लिए, ब्लेसिंग के लिए, टेस्टिमनी के लिए वेट कर रहे होते हैं और वो टेस्टिमनी जब आता नहीं है हमें लगता है कि परमेश्वर क्या हमें भूल गया या त्याग गया. बट हमें ये समझना है कि परमेश्वर को कोई कार्य करने के लिए अगर वो देरी करता है, इसका मतलब ये नहीं कि वो कार्य करेगा नहीं. सो देरी मतलब ये नहीं है वो कार्य नहीं करेगा. आपको पता है अब्राहम और सैरा, जब बाइबल में आप पढ़ते हैं अब्राहम और सैरा के बारे में, वो बुढ़ापे में जाके वो 99-100 वर्ष का जब अब्राहम था तब जाके उसको बच्चा मिला. बट प्रॉमिस जो उसके साथ परमेश्वर ने वाचा जो बांधा था वो 75 वर्ष का था तब बांधा था. सो 25 साल तक परमेश्वर ने जो वायदे पे परमेश्वर अड़ा और खड़ा रहा उसको पूरा करके दिखाया. जबकि सैरा भी बूढ़ी हो गई, उसका मासिक धर्म जो था वो बंद हो चुका होगा, बट तब भी परमेश्वर ने अपने वायदे को पूरा करके दिखाया. परमेश्वर ने हो सकता है आपको भी कुछ वायदा करके रखा होगा, परमेश्वर बोला होगा तेरे जीवन में मैं ये करके दिखाऊंगा, ये करूंगा, ये आशीष दूंगा. आप निराश मत होइए क्योंकि परमेश्वर वायदों का सच्चा परमेश्वर है, वो अपने कार्य को करके दिखाता है.
और पुराने नियम में हम जानते हैं कि परमेश्वर ने उन इज़राइलियों के लिए लाल समुद्र को दो भागा करके दिखाया। 40 साल तक परमेश्वर ने उनको खाना खिलाया, वो मन्ना बरसाया। परमेश्वर ने 40 साल तक लेडीज को खाना बनाने की जरूरत नहीं था, क्योंकि लगातार परमेश्वर उनको खाना खिला रहा था। और जो कपड़े उन्होंने पहने थे 40 साल तक उनके कपड़े जो है छोटे नहीं हुए, फटे नहीं, बट परमेश्वर ने उन 40 साल तक परमेश्वर ने बचा के और सुरक्षित परमेश्वर ने उनको रखा। सो मैं आज इस वचन के द्वारा आपको यही कहना चाहता हूँ कि परमेश्वर के लिए कोई कार्य करने के लिए उसमें कोई देरी नहीं होती, और अगर देरी करता भी है तो परमेश्वर की देरी कभी मना नहीं होता है। യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നറുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവെ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേലിൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. അത് ഹിന്ദിയിൽ നിന്ന് 37:3 പഠിക്കാം. 37:3. 3 में ऐसा लिखा है, तब उसने मुझसे कहा, हे मनुष्य के संतान, क्या ये हड्डियां जी सकती हैं? मैंने कहा, हे परमेश्वर यहोवा, तू ही जानता है. എസെക്കിയേൽ ഭവിഷ്യവക്താവിനോട് ദൈവം പുള്ളി ഒരു താഴ്വരയിലേക്ക് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. താഴ്വരയിലോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഇവിടെ എല്ലാം ഒന്ന് നോക്ക്, അടുത്ത് എന്തൊക്കെയാണ് കാണുന്നത്. പറഞ്ഞു, ഇവിടെ എല്ലാം ബോൺസ്, ഡ്രൈ ബോൺസ്. ആളുകൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ അസ്ഥികൾ കിടക്കുന്നത്. നമ്മളാരും അസ്ഥികൾ, ചിലപ്പോൾ മനുഷ്യരുടെ അസ്ഥികൾ നമ്മൾ കണ്ടു കാണത്തില്ല. നമ്മൾ കണ്ടേക്കുന്ന അസ്ഥി എന്ന് പറയുന്നത് മട്ടൻ്റെയും ചിക്കൻ്റെയും മീനിൻ്റെയൊക്കെ അസ്ഥിയാണ് നമ്മൾ കണ്ടേക്കുന്നത്, നമ്മൾ കഴിക്കുന്ന സമയത്ത്. അല്ലാതെ ഒന്നും നമ്മൾ മനുഷ്യൻ്റെ ചിലപ്പോൾ ചില ഡോക്ടർമാർ കണ്ടു കാണും, ലാബിൽ പഠിക്കുന്നവർ കണ്ടു കാണും, ചിലപ്പോൾ സയൻസിലുള്ളവർ കണ്ടു കാണും. പക്ഷേ ഇതൊന്നല്ല, 10,000-കണക്കിന് ആളുകൾ നശിച്ചു കിടക്കുക. ദൈവം അവിടോട്ട് എന്നിട്ട് ചോദിക്കുക നമ്മുടെ പ്രോഫറ്റ് എസെക്കിയേലിനോട്, ഇവരെ വീണ്ടും ജീവിക്കാൻ പറ്റും? അപ്പം പ്രോഫറ്റ് എസെക്കിയേൽ ദൈവത്തിനോട് നോക്കി, ഇല്ല എന്ന് പറയുന്നതിന് വരാൻ പുള്ളിക്ക് വിശ്വാസമില്ല. പറഞ്ഞു, നിനക്കറിയാം നീ എന്തോ ചെയ്യുന്നത് വെച്ചാൽ. പുള്ളി അതൊരു ഡിപ്ലോമാറ്റിക്കൽ ആൻസർ പറഞ്ഞു വിട്ടു. ദൈവം പ്രോഫറ്റിനോട് പറഞ്ഞു, എസെക്കിയേലിനോട് പറഞ്ഞു, ഇതിനോടൊക്കെ നീ കമാൻഡ് ചെയ്യുക ജീവിക്കാൻ. നീ ഒരു ഭവിഷ്യവാണി പറയുക, നീ ഒരു പ്രൊഫസി ചെയ്യാൻ പറഞ്ഞു, ഇതിനെല്ലാം ജീവിക്കാൻ. അത് നമ്മൾ ഷോർട്ടിൽ ഞാൻ പറഞ്ഞാൽ, പുള്ളി പറഞ്ഞ സമയത്ത് ഭൂകമ്പം ഉണ്ടായി, അതിൽ മാംസം വന്നു, ഞരമ്പ് വന്നു, ബ്ലഡ് വന്നു. അതെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷവും ജീവൻ വന്നില്ല. അപ്പം ദൈവം പറഞ്ഞ് കാറ്റിനോട് പറയുക, ഈ ശ്വാസം ഇവരിലേക്ക് വരാൻ. അത് കഴിഞ്ഞ് ഭൂകമ്പം ഉണ്ടായി തുടങ്ങി. ഇതെല്ലാം എണീറ്റ് നിന്ന് ദൈവത്തിൻ്റെ മുന്നിലോട്ട് അവർ ഒരു സൈന്യമായിട്ട് വന്ന് എണീറ്റ് നിന്നു. ഈ സ്റ്റോറി ഞാൻ എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥന സമയത്ത് ഈ വചനം പഠിച്ച സമയത്ത് എന്നോട് ദൈവം ആത്മാവ് പറഞ്ഞ്, ഈവന് ഒരാൾ നശിച്ച് നാറാണക്കല്ലായി പോയാലും, കടം കയറിപ്പോയാലും, ഒരാൾ കുഞ്ഞില്ലെങ്കിലും, ഒരാളുടെ 10 ബിസിനസ് നശിച്ചായാലും, 80-90 വയസ്സിലായിരിക്കാം, ചിലപ്പം മിനിസ്ട്രിയിൽ ഒരു സക്സസ് കാണുന്നില്ലായിരിക്കും, ദൈവത്തിന് ഒരു സമയം ദൈവം വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അസ്ഥിയായി കിടക്കുകയാണെന്നുണ്ടെങ്കിലും, കാരണം ദൈവം എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. ആ ദൈവത്തിന് അസ്ഥിയിൽ നിന്ന് സൃഷ്ടിക്കാൻ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ദൈവത്തിന് ഇമ്പോസിബിളായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. സോ അതിന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചിലപ്പം ഡൈവോഴ്സിൻ്റെ വക്കത്തായിരിക്കാം, 1-2 കല്യാണം കഴിച്ചു കാണാം, ചിലപ്പം കല്യാണം കഴിക്കേണ്ട ഏജ് വലുതായി കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ആ വിവാഹ ജീവിതത്തിൻ്റെ ഏജ് ഒത്തിരി മുന്നോട്ട് പോയി കാണാം, ജോലിയിലെങ്ങും അനുഗ്രഹങ്ങളില്ല, ഒരു ഹോപ്പ്ലെസ് എന്ന് വെച്ചാൽ ഡ്രൈ ബോൺസ് എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ എന്താ പറയുന്ന ഒരു ഡ്രൈക്ക് എന്തോ മലയാളത്തിൽ പറയുന്നത്, ബിൽക്കുൽ ഉണങ്ങി കിടക്കുന്ന താഴ്വരയാണ്. ലൈഫിൽ ഒരു ജലമെങ്ങും കാണാൻ, ഒരു ഹോപ്പെങ്ങും ഇല്ല, എവിടുന്നെങ്കിലും രക്ഷപ്പെടുമെന്ന് തോന്നുന്ന പോലും ഇല്ല. ഈ സമയത്ത് ചിലർ രക്ഷപ്പെടാൻ നോക്കുന്ന ലോട്ടറി അടിക്കുമെന്നായിരിക്കും, ഓരോ മാസം ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. റിയലി ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേക രീതി കൂടാണ് തമ്പുരാന്. സോ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ
ഇന്നത്തെ വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ വിശ്വാസമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ, ലൈഫ്, കുടുംബജീവിതം എല്ലാം ഇന്നത്തെ ദിവസം ഈ വചനം ചെയ്ത് അത് അപ്ലൈ ചെയ്യുമ്പോൾ മാറിപ്പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. और जब इस वचन को आप पढ़ेंगे, यहाँ पे जो परमेश्वर है, जो भविष्यवक्ता, जो यहेजकेल भविष्यवक्ता है, उसको परमेश्वर एक तराई की ओर लेके गया और तराई पे खड़े होकर परमेश्वर ने भविष्यवक्ता से पूछा, ये बता तू इस तराई में क्या देख रहा है? तो भविष्यवक्ता ने बोला, यहाँ तो हजारों लाखों की गिनती में सिर्फ सूखी हड्डियां पड़ी हैं। और उस हड्डियों को देख के परमेश्वर ने उससे पूछा, क्या यहेजकेल ये हड्डियां जीवन पा सकती है? क्या ये हड्डियां फिर जी के खड़ी हो सकती है? तो मेरे को लगता है यहेजकेल ने हंस के परमेश्वर से बोला होगा कि परमेश्वर तू ही जानता है, क्योंकि ऐसे ही लिखा है कि यहेजकेल ने यही उत्तर दिया कि परमेश्वर तू ही जानता है। बड़े डिप्लोमेटिकली यहेजकेल ने एक आंसर दे दिया, क्योंकि यहेजकेल ये नहीं बोलना चाहता कि नहीं ऐसा कैसे हो सकता है, बट यहेजकेल ने बोला हाँ तू ही जानता है परमेश्वर, क्या इनके साथ होगा, हो सकता है जी सकते हैं या नहीं भी जी सकते। तो परमेश्वर ने यहेजकेल को बोला कि तू इनको कमांड करना शुरू कर, तू घोषणा करना शुरू कर, डिक्लेयर करना शुरू कर, और तू जब घोषणा और डिक्लेयर करना शुरू करेगा उसमें मांस आएगा, जीवन आएगा। बट मांस भी आया, उसमें ब्लड भी आया, उसके बाद भी उसमें सांस नहीं आया। तो परमेश्वर ने बोला इन हवाओं को तू कमांड कर कि इनके अंदर भी सांस समा जाए। और जैसे यहेजकेल ने वो कमांड किया, उसके बाद एक बड़ी सेना, जो सूखी हड्डियां पड़ी हुई थी, एक बड़ी सेना बन के वो लोग उठ के खड़े हो गए। आज ये वचन, जैसे ये वचन जब मैंने तैयार किया, परमेश्वर की आत्मा ने मुझसे इस वचन के द्वारा बात किया। और एक दिन जब मैं प्रार्थना में बैठा था, परमेश्वर ने इस वचन से मेरे से बात किया और परमेश्वर ने मेरे को ये बताया कि कई बार, जैसे आज आप ये वचन सुन रहे हैं, कई बार लोगों के जीवन में भी ऐसे सिचुएशंस आ जाते हैं, परिस्थितियां आ जाती हैं जो बिल्कुल सूख के खत्म हो चुका है। आपको लग रहा है कि मर चुके हैं, अब कुछ नहीं हो सकता हमारे जीवन में, व्यवसाय खत्म हो चुका है, फाइनेंस खत्म हो चुका है, शरीर खत्म हो चुका है, एक आशा, एक उम्मीद आप खो चुके हैं। बट जैसे भविष्यवक्ता ने वो भविष्यवाणी करना शुरू किया, परमेश्वर ने सिचुएशंस को, परिस्थितियों को बदला। और आज के वचन के द्वारा, इस वचन के द्वारा हम सीखेंगे कि यहेजकेल ने जो काम किया, अगर वो काम हम भी अपनी परिस्थिति को बोलना शुरू करेंगे तो हमारी सूखी हड्डियां भी उसमें दोबारा परमेश्वर जान डाल सकता है। ആമേൻ. നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ എസെക്കിയേൽ നമ്മൾ പലപ്പോഴും എനിക്ക് ഫോൺ വരാറുണ്ട്. ഞാനാണെങ്കിൽ ഒത്തിരി ഫോണിൽ കൂടെ സംസാരിക്കും. ഞാൻ വളരെ കുറച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വളരെ കുറവ്, ആളുകളോട് ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് കുറച്ച് സംസാരിക്കും, പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് മച്ച്. ഫോണിൽ ചിലർ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന സമയത്ത് അവർ അരമുക്കാൽ മണിക്കൂർ പ്രശ്നങ്ങൾ പറഞ്ഞങ്ങ് കരയും. ഞാൻ ആരെയും തിരസ്കരിക്കുകയല്ല, തെറ്റുകൾ പറയുകയല്ല, അതൊരു തെറ്റായ കാര്യമാണെന്നല്ല പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, കേൾക്കും. പക്ഷെ ഞാൻ പലപ്പോഴും ആളോട് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കണോ അതോ ഞാൻ ഇതെല്ലാം കേൾക്കണോ? ഞാൻ കേട്ടിട്ടോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കണോ അത് ചെയ്യണോ? യെസക്കേലിനോട് ദൈവം പറഞ്ഞ്, നീ പോയി നിന്ന് കര കുറേ നേരം, അരമണിക്കൂർ കര, 2 ദിവസം കര, ഒരു ഉപവാസ പ്രാർത്ഥന അങ്ങ് ഡിക്ലെയർ ചെയ്യുക അല്ല. എസെക്കിയേലിനോട് പറഞ്ഞ പ്രൊഫസായി, അവിടെ നിന്ന് നീ ഭവിഷ്യവാണി വിളിച്ചു പറ. മനുഷ്യപുത്ര, നീ പ്രവചിക്കാനാ പറയുന്നത്, നീ പ്രവചിച്ച് അവയോട് പറ. പ്രൊഫസയുടെ മലയാളം വേർഡ് പ്രവചിച്ചു പറ. നീ പ്രവചിക്ക്, എണീറ്റ് നിൽക്ക്. നിങ്ങളുടെ ലൈഫിൽ ആ മോനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണും, മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണും, ആ പിള്ളേര് കള്ളുകൂടിയും അത് ഇത് നശിച്ചു കാണും, വീട് ചിലപ്പോൾ നശിച്ച് നാറാണക്കല്ലായി കാണും, ഹസ്ബൻഡും വൈഫും മാറി താമസിക്കുകയായിരിക്കും, ചിലപ്പോൾ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി ഡൈവോഴ്സ് ചെയ്യില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്താ പറയുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല ഇനി ഒരു ആശയമില്ല, എല്ലാം പോയി കഴിഞ്ഞു, നശിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെ നിന്ന് കരയാതെ പ്രൊഫസ് ചെയ്യുക, പ്രവചിക്കുക. പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടെ ഒരുമിച്ച് താമസിക്കും, എൻ്റെ വൈഫ് ഞാനോട് ഒരുമിച്ച് താമസിക്കും, എൻ്റെ പോയ മക്കൾ തിരിച്ചു വരും, എൻ്റെ തെറ്റുകുറ്റങ്ങളിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന മോൾ ഇതെല്ലാം വിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് കയറും, കല്യാണം നടക്കും, മക്കളില്ലാത്തവർ 20 വർഷമായി കാണും. ഇബ്രാഹിമിന് കുഞ്ഞിനെ കൊടുത്തു, ഹന്നയ്ക്ക് കുഞ്ഞിനെ കൊടുത്ത ദൈവം എനിക്ക് കുഞ്ഞിനെ തരും. എന്താ പറയുന്നത്, നമ്മുടെ സഖറിയാവിനും എലിസബത്തിനും ബാപ്റ്റിസ്റ്റ് ജോണിനെ, സ്നാപക യോഹന്നാനെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം ഞങ്ങൾക്കും അതുപോലെ തരും. എത്രയും ലേറ്റ് ആണോ അത്രയും നല്ല തരും. അതൊക്കെ പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. കാനയിലെ കല്യാണത്തിന് ലാസ്റ്റ് യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് വീഞ്ഞാക്കിയ സമയത്ത് ആളുകൾ ചോദിച്ചു, എല്ലാവരും ആദ്യം നല്ല നല്ല കാര്യങ്ങളാണ് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ കല്യാണം ഉള്ള സമയത്ത് ആദ്യം കിട്ടുന്ന നല്ല ചിക്കൻ പീസ്, പിന്നെ എല്ലാം ഇങ്ങനെ വെള്ളമായി പോകും, ചിലപ്പോൾ നല്ല ജ്യൂസ് കൊടുക്കും. പക്ഷേ കർത്താവ് ഇതേ സമയത്ത് എല്ലാം ലാസ്റ്റ് നല്ല സാധനങ്ങളാണ് കൊടുത്തത്. അതുപോലെ പറയണേ, എനിക്ക് എത്രയും ലേറ്റ് ആകുന്നു അത്രയും നല്ല അനുഗ്രഹങ്ങൾ വരാൻ പോവുകയാണ്. അനുഗ്രഹങ്ങൾ അതൊക്കെ പറഞ്ഞ് പ്രൊഫസ് ചെയ്യുക, പ്രവചിക്കാൻ തുടങ്ങുക. ഈ സെയിം കാര്യങ്ങൾ നിങ്ങളും ഞാനും നമ്മുടെ കുടുംബ ജീവിതത്തിൽ, മിനിസ്ട്രിയിൽ, ലൈഫിൽ, ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ
ഞാൻ ചർച്ചിൽ നമ്മുടെ 700-750 പേര് ആരാധിക്കുന്നു, നമുക്ക് 600-ന് മേളിൽ കസേരയുണ്ട്. ഞാൻ ഈ കസേര ഇല്ലാത്തടത്ത് കസേര ഇട്ടിട്ട് ആ കസേരയെ പോയിരുന്ന് പറയും, ഇവിടെ ആത്മാക്കൾ വരട്ടെ, ഇവിടെ അനുഗ്രഹങ്ങൾ വരട്ടെ. കാരണം ഇത് നിരാശയാകാനെന്തോ 2 മിനിറ്റ് മതി. നമ്മുടെ മനുഷ്യൻ്റെ ഒരു നോർമൽ നേച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാതിരുന്നാൽ നമ്മൾ നിരാശയാവും. നമ്മൾ ചുമ്മാ ഇരുന്ന് നോക്കണം, ഒരു ദിവസം രാവിലെ എണീക്കുക, ചുമ്മാ ഇരിക്കുക, നമ്മൾ ഇരിക്കുന്നത് എന്ത് പറ്റി ഇങ്ങനെ നിരാശയായിരിക്കുന്ന ഒരു ദിവസത്തിന് ഒരു ഫീൽ ഇല്ലാത്ത പോലെ. അത് നമ്മുടെ കുഴപ്പമാണ്, അല്ലാതെ ദൈവത്തിൻ്റെ കുഴപ്പമോ ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ കുഴപ്പമല്ല. നമ്മൾ തന്നെ 2 പാട്ട് പാടി ആരാധിച്ച് സംസാരിച്ച് ഒന്ന് ചിരിച്ച ആളോട് സംസാരിച്ചാൽ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങി, ബൈബിൾ പഠിക്കാൻ തുടങ്ങി, വീട്ടിൽ ആരാധന വെക്കാൻ തുടങ്ങിയാൽ തന്നെ അതൊരു വൈബ്രൻസി വന്നു തുടങ്ങും അവിടെ തന്നെ. അപ്പം നമ്മളാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറയും, നാളെ വേറെ പാസ്റ്ററിന് ഫോൺ ചെയ്ത് പറയും, അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. और जहां यहाँ पे जैसे हमने पढ़ा, जब परमेश्वर उस भविष्यवक्ता को लेके गया, सूखी हड्डियों को दिखाया, परमेश्वर ने यहेजकेल को ये नहीं बोला कि यहेजकेल जा 1 दिन बैठ के तू रो, या 2 दिन बैठ के तू रो, या ये नहीं बोला कि तू उपवास की प्रार्थना कर, उसके बाद ही इन हड्डियों में कुछ जान आएगा. बट परमेश्वर ने यहेजकेल को एक चीज बोला कि तू उठ खड़ा हो जा और इन सूखी हड्डियों को देख के भविष्यवाणी करना शुरू कर. और जैसे भविष्यवाणी करना शुरू करेगा, उसमें मांस आएगा, जीवन आएगा, लहू आएगा. कई बार जब मेरे पास लोगों का फोन आता है, जैसे प्रार्थना के लिए जब फोन आता है, तो बहुत सारे लोग जब प्रार्थना के लिए फोन करते हैं तो बहुत समय लेके अपनी सारी परेशानियां बताते हैं. मैं किसी का तिरस्कार नहीं कर रहा, मैं निंदा नहीं कर रहा, आप परेशानी बताते हैं, अच्छी बात है. बट मेरा एक जवाब है, आपने सारी परेशानी बता दी, मैं क्या कर सकता हूँ? मैं आपके लिए प्रार्थना ही कर सकता हूँ. कई बार मैं बोलता हूँ कि ठीक है, मैंने सुन लिया, अब मैं आपके लिए प्रार्थना करता हूँ. बट आज के दिन मैं आपको ये कहना चाहता हूँ कि आपके लाइफ में ऐसी परिस्थिति होगी, आपके घर में झगड़ा होगा, बेटा जो है घर छोड़ के चला गया होगा, बेटी आपका कहना नहीं मानती होगी, पति पत्नी जो है उनके बीच में झगड़ा होगा. आज उस भविष्यवक्ता के जैसे आप भी खड़े होके आप घोषणा करना शुरू करो, डिक्लेयर करना शुरू करो, आप अपने जीवन में क्या देखना चाहते हैं. उस बेटे को आप वापस दोबारा बुला सकते हैं. जो बेटी गलत काम करती है या आपकी सुनती नहीं है, उसके लिए आप भविष्यवाणी कर सकते हैं. आप बोल सकते हैं, मेरे घर में बहुत लड़ाई झगड़ा है, आज मैं हर एक लड़ाई झगड़े की आत्मा को मैं खत्म करता हूं. आप भी घोषणा करना शुरू करेंगे और आप भी अपने लाइफ में एक बड़े चेंज को देखेंगे, जैसे इस भविष्यवक्ता यहेजकेल ने एक बड़ी चेंज को देखा. और देरी हो सकती है, बट देरी का मतलब ये नहीं है कि परमेश्वर वो काम नहीं करेगा. आप जानते हैं कि परमेश्वर ने बहुत सारी जगहों में परमेश्वर ने देरी के साथ काम किया, बट परमेश्वर ने बेस्ट ही किया. सो देरी का मतलब ये नहीं कि परमेश्वर आपको भूल चुका है, त्याग गया. हम जानते हैं कि बाइबल में ऐसे बहुत सारे कार्य प्रभु यीशु मसीह ने किया. जब काना में जब विवाह था, तो वहां पे जो दाखरस खत्म हो गया था, तो उस टाइम पे भी परमेश्वर ने पानी को उठा के उसको दाखरस में बदल दिया. और लोगों ने आके बोला कि शादी में तो लोग अच्छे चीज पहले देते हैं, बट तुमने तो जो अच्छा चीज है वो आखिरी में रखा. मैं ये कहना चाहता हूं, अगर परमेश्वर ने आखिरी के लिए आपके लिए कुछ रखा है, परमेश्वर उसमें भी आपको बेस्ट देगा, परमेश्वर आपको आशीषित करेगा. നമ്മുടെ ഒരു പാസ്റ്ററിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയണമെന്നുണ്ട്. ഒരു പാസ്റ്ററിൻ്റെ, ആഫ്രിക്കയിലുള്ള ഒരു പാസ്റ്ററിൻ്റെ പ്രീച്ചിങ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി തുടങ്ങിയിട്ട് 10-15 വർഷമായി. ഇന്നത്തെ സമയത്ത് ചർച്ചിൽ മെയിൻ അവരുടെ സാങ്ച്വറി ബുധനാഴ്ച വൈകുന്നേരങ്ങളിൽ അവരുടെ സർവീസുകൾ നടക്കുന്നത്. രാത്രി സമയങ്ങളിൽ ഹോളില്ല, മേളിൽ സ്റ്റേജിന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും മഴ വരും. 2-2.5 ലക്ഷം ആളുകൾ മെയിൻ ഇങ്ങനെ ഇരിക്കും. ലോകം മുഴുവൻ നിന്ന് ആളുകൾ കാണുന്നത് ഒരു 5-8 ലക്ഷം ആളുകൾ. അവരുടെ 650 പരം ബ്രാഞ്ചുകളുണ്ട്. ഇംഗ്ലീഷ് പ്രീച്ചിങ് ആണ്, ചിലത് ലൈവ് സ്ട്രീമിംഗ് സെൻറ്ററുകളാണ്. അവിടെ എല്ലാം കൂടെ ഒരു 8-10 ലക്ഷം ആളുകൾ കാണും. പിന്നെ പുള്ളിയുടെ സർവീസ് ലൈവ് ഒരു പോയി കഴിഞ്ഞ് സർവീസ് എല്ലാം ഒന്ന് 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും 2-3 ലക്ഷം ആളുകളൊക്കെ കാണും. ചിലപ്പം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത്. ഹൈലി വാച്ച്ഡ് സർവീസുകളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ സർവീസ് നമ്മുടെ സമയത്ത് ആദ്യ സമയങ്ങളിൽ മിനിസ്ട്രി തുടങ്ങിയ സമയത്ത് 1-2 വർഷിപ്പേഴ്സും ഞാനും ഒരു 10 പേരും ഉള്ളായിരുന്നു. അപ്പം സ്വന്തമായിട്ട് ക്യാമറ ഇല്ല, സ്വന്തമായിട്ട് മൈക്ക് തന്നെ, ചെറിയ മൈക്കുകളും കീബോർഡൊന്നും ഇല്ല. അപ്പം നിന്നിങ്ങനെ പാടും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഈ ഭവിഷ്യവക്താവ് ചെയ്യുന്ന പോലെ പല ബൈബിളിനകത്തിലും ഇല്ലാത്തടത്തു നിന്നുള്ളതിനെ വിളിച്ചു വരുത്തുന്ന പോലെ ഞാൻ പറയുമായിരുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കി കീബോർഡിന് പറയാൻ, കീബോർഡ് ഇത്തിരി കൂടെ ഒന്ന് കൂട്ടി ഒന്ന് പ്ലേ ചെയ്തേ, ഈ സിയിൽ ഇങ്ങനെയൊക്കെ പറയും, ഗിറ്റാർ ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്തേ, എന്നിട്ട് പറയും ക്യാമറ ഇവിടെ അല്ല, എടുത്ത് അങ്ങോട്ട് വെക്കുക, എന്നിട്ട് പറയും ലോകത്ത് മുഴുവൻ നിന്ന് എന്നെ കാണുന്ന ആളുകൾ പറയാം. അന്നൊന്നും അതും ഇല്ല, പക്ഷെ ഞാനതെല്ലാം പ്രൊഫസ് ചെയ്യായിരുന്നു. ഇല്ലാത്ത കാര്യങ്ങളെ വിളിക്കാൻ അടുത്ത ബൈബിൾ വേഴ്സ് അതാണ് പറയാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡിലായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കാരണം ആ പോയിന്റിലോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കണം. സോ ഞാൻ പറയാൻ വെച്ച കാര്യം ഇന്നത്തെ സമയത്ത് നിങ്ങളോടും കുടുംബത്തോടും പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഭവിഷ്യവക്താവ് ചെയ്തതുപോലെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യുക. നമ്മൾ കരയുന്നത് കൊണ്ടും
ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല ഇവൾ ഇത്രയും നേരം ഇരുന്ന് കരഞ്ഞ് അതുകൊണ്ടൊന്നും ഇന്ന് നടന്നത് ഇല്ല. അവർ ഡിക്ലെയർ ചെയ്തു, അവർ പ്രവചിച്ചു, അവർ അതെൻ്റെ ശക്തിയോടുകൂടി നമ്മുടെ വചനം പറഞ്ഞു. കാരണം ഇന്ന് വേർഡിനകത്തുള്ള ഒരു ശക്തിയെക്കുറിച്ച് ഞാനിന്ന് പറയുന്നുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ കാണാം, അത് മറക്കാതെ കാണണം. നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ ഈ പോകുന്നതിൻ്റെ യൂട്യൂബ് ലിങ്കുകൾ ഞങ്ങൾ അവൈലബിൾ ആക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ടീമിനോട് പറയുന്നുണ്ട്, അവർക്ക് ഒത്തിരി വർക്കുകളുണ്ട്, ചെറിയ ടീമാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ നമ്മളതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും രണ്ടാമത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റുകൾ ഉണ്ടാക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന്. നിങ്ങളുടെ എന്താ പറയുക, എക്സ്പെക്ടേഷനും എല്ലാം പോയിരിക്കുന്ന ഏരിയകളിൽ ദൈവം അനുഗ്രഹം കൊടുക്കും. എൻ്റെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവെ, അടുത്ത ആഴ്ച ഈ എപ്പിസോഡ് കാണാൻ വന്നിരിക്കുമ്പോൾ ഹാർവെസ്റ്റിൽ രാവിലെ 7:30 വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനയാണ് അവർ ഒരു പുതിയ അനുഭവ സാക്ഷ്യമായി വന്നിരിക്കും. ഇന്നിവർ പ്രാക്ടീസ് ചെയ്യട്ടെ, എല്ലാ ഏരിയകളിലോടും പ്രവചിച്ചു തുടങ്ങട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ദിവസം അങ്ങേ കുടുംബം ഒരു അനുഗ്രഹം നിറഞ്ഞ ദിവസത്തിലാണെന്ന്. ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലരും ഫോൺ ചെയ്ത് കേരളത്തിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തിരിക്കും, പാസ്റ്റർ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു തരണമേ, ഏത് വേഴ്സ് എടുത്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബത്തുമായി ഷെയർ ചെയ്യുന്നു. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ രോഗശാന്തിക്കായിട്ടുള്ള 21 തിരുവെഴുത്തുകൾ. ഇതിലെ പുറയിൽ എൻ്റെ ഒരു ടെസ്റ്റ് മണിയുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്തുകളും എങ്ങനെ പ്രാർത്ഥിക്കാം, പിന്നെ നിങ്ങളുടെ സ്വന്തം ഡിക്ലറേഷൻസും എങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്ത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള 21 വേഴ്സുകൾ. വളരെ ചെറിയൊരു ബുക്കാണ്, വളരെ ചെറിയ ഒരു കുറഞ്ഞ വിലയ്ക്കുമാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളത് കൊറിയർ ചെയ്യാം, ലോകത്തിൻ്റെ ഏത് കോർണറിലാണെന്നുണ്ടെങ്കിലും. ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഞങ്ങളുടെ മിഷൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനും ഞങ്ങൾ തരാൻ താല്പര്യപ്പെടുന്നു. സോ അഡ്രസ്സ് ഷെയർ ചെയ്യുക, തീർച്ചയായും അയക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ പലർക്കും ഞാൻ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ വായന അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വായിച്ച്, ബൈബിൾ കർത്താവ് നമുക്ക് വീഡിയോ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, എഴുതി തന്നിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലോട്ട് പതിയും. അതുപോലെ തന്നെ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ ലൈബ്രറിയിൽ ഒരു 250-300 മേലുള്ള ബുക്കുകൾ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓഫീസിലും ഒത്തിരി ബുക്കുകളുണ്ട് അടുത്ത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയത് വായനകളിൽ കൂടാണ്. സോ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ഇതൊരു 35-40 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്. അത് എഴുതിയത് തന്നെ ചെറുതായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ അത് ഫിനിഷ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഓരോരോ വചനം എടുത്ത് ഡിക്ലറേഷൻ ചെയ്യാം. എൻ്റെ വിശ്വാസമാണ് അങ്ങേക്കും കുടുംബത്തിന് ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമായിരിക്കും. അതിനുവേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. ഈ ബുക്കുകളെ ഞാൻ കർത്താവ് തമ്പുരാൻ്റെ കൈകളിലേക്ക് എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബുക്ക് ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കിനെ ഇത് വായിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അസുഖങ്ങൾ വിട്ട് മാറട്ടെ, ഒരു വിടുതലുണ്ടാകട്ടെ, അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി അപ്പാ, നന്ദി യേശുവേ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓൺ യു. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ചർച്ചിൻ്റെ മിനിസ്ട്രിക്കും വേണ്ടിയിട്ടും പാർട്ണറാകുക. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. കർത്താവിൻ്റെ ഒത്തിരി വർക്കുകൾ നോർത്ത് ഇന്ത്യയിൽ അനുഗ്രഹം നിറഞ്ഞ രീതിയിൽ നടക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥനകളും അങ്ങേ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. ബ്ലെസ്സിങ്സ് ഓൺ യു, ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ.